ഹായ് ബിലബോട്ട്സ്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ രഞ്ജിക്കുട്ടൻ, അതായത് അനിയൻ്റെ മോന് കീം എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. സെൻറ്റർ കിട്ടിയത് അങ്കമാലി ഫിസാറ്റിലായിരുന്നു. ഞാൻ പലതരം പരീക്ഷകൾ എഴുതിക്കാനുമായി പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു അനുഭവം ഞങ്ങൾക്ക് ആദ്യമായിട്ടായിരുന്നു. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് വീഡിയോ. ഞങ്ങൾ അവിടെ ഒരു 12 മണിയോടെ എത്തി. ഉച്ചയ്ക്ക് 2 മുതൽ 5 മണി വരെ ആയിരുന്നു എക്സാം. ആദ്യം തന്നെ ഞങ്ങളെ അവിടുത്തെ എയർ കണ്ടീഷൻ സെമിനാർ ഹാളിലേക്കാണ് കൊണ്ടുപോയത്. ഒരു 12:30 ആയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്ന് കുട്ടികളെ പരീക്ഷയ്ക്കായി ലാബിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ പാരൻസിനോട് ഇവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. അവിടെ ഒരു വലിയ TV ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് താഴെ ക്യാൻറ്റീനിൽ പോയി ഊണ് കഴിച്ച് തിരിച്ച് അവിടെ തന്നെ വന്നിരുന്നു. ഒരു 1:30 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെ പല സ്ട്രീമുകളിൽ നിന്നുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് ഞങ്ങളെ കാണാൻ വന്നു, ഞങ്ങളെ സ്വാഗതം ചെയ്തു. എഞ്ചിനീയറിംഗ് സ്ട്രീംസിനെ കുറിച്ചും കോഴ്സുകളെക്കുറിച്ചും പ്ലേസ്മെൻറ്റിനെക്കുറിച്ചും പാരൻസിൻ്റെ സംശയങ്ങൾക്ക് കൃത്യമായ ഗൈഡ് ലൈൻസും മറുപടിയും തരുന്നുണ്ടായിരുന്നു. ഒരു പോയിന്റിൽ പോലും ഒരിക്കലും ഫിസാറ്റിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു മൂവായിട്ട് ഞങ്ങൾക്ക് ഒരിക്കൽ പോലും തോന്നിയില്ല. വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ എല്ലാവരും സംസാരിച്ചത്. ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗിൻ്റെ നാൾ വഴികൾ ആദ്യമുണ്ടായത് സിവിൽ, പിന്നെ മെക്കാനിക്കൽ, പിന്നെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ കമ്പ്യൂട്ടർ സയൻസിനോടുള്ള ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ഇൻട്രസ്റ്റ്, പിന്നെ അതിൻ്റെ ഭാവി, പിന്നെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം വരുമ്പോൾ എന്ത് കോഴ്സ് പഠിച്ചു എന്നതിലുപരി ഏത് സ്ഥാപനത്തിൽ പഠിച്ചു എന്നതും ഒരു കീ ഫാക്ടറാണെന്നൊക്കെയുള്ള ജനറൽ കാര്യങ്ങളാണ് സംസാരിച്ചത്. വൈകിട്ട് ചായയും സ്നാക്സും ഉണ്ടായിരുന്നു. അവിടുത്തെ സീനിയർ ഒഫീഷ്യൽ, എനിക്ക് പേരറിയില്ല, ആ സാർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നല്ല എന്തിനോ വേണ്ടി തിളപ്പിച്ച ഒരു വാട്ടർ വെള്ളമല്ലായിരുന്നു, നല്ല സൂപ്പർ ടീ. പിന്നെ ഞങ്ങൾ അവിടുത്തെ വിശാലമായ ക്യാമ്പസിൽ മൊത്തം നടന്ന് കുറേ പിക്സും ക്ലിപ്സൊക്കെ എടുത്തു. ഇത് ഒരിക്കലും ഒരു പ്രമോഷണൽ വീഡിയോ അല്ല, മറിച്ച് ഇതുപോലുള്ള പരീക്ഷയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. നമ്മൾ ഏതെങ്കിലും വരാന്തയിലോ മാവിൻ്റെ ചുവട്ടിലോ വണ്ടിക്കുള്ളിലൊക്കെ ഇരുന്നാണ് സമയം കഴിക്കാറുള്ളത്. പക്ഷേ ഇത് ഞങ്ങൾക്കൊരു വേറിട്ട അനുഭവമാണ്. അപ്പോൾ 5 മണി കഴിഞ്ഞപ്പോൾ പരീക്ഷ എഴുതി രഞ്ജിക്കുട്ടൻ തിരിച്ചെത്തി. അപ്പോൾ ഫിസാറ്റ്, ഹാറ്റ്സ് ഓഫ് ടു യു. താങ്ക് യു ഫോർ യുവർ റിമാർക്കബിൾ കൈൻഡ്നസ് ആൻഡ് തോട്ട്ഫുൾനെസ്. ബിലവേർഡ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.